അധ്യക്ഷ ഭാഷണത്തിനായി കേരള നേതൃത്വ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ. വേദിയിലെ പ്രഗൽഭമതികളായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ടും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് നമ്മളുള്ളത്. തുടങ്ങി വരുന്നേയുള്ളൂ. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇവിടെ നിരവധി വിദ്യാർത്ഥിനികൾ എത്തിച്ചേരുന്നതിൽ സംശയിക്കാനില്ല. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ വാഹനങ്ങളിൽ യാത്ര ചെയ്തു വരികയാണ്. ഒരു ഔപചാരികത എന്ന നിലക്ക് നമ്മൾ നേരത്തെ അതിൻ്റെ ഉദ്ഘാടനം 1ാമത്തെ സെഷനിൽ കഴിഞ്ഞു. 2ാമത്തെ ഈ സെഷനിൽ വളരെ കലാലയം മതത്തിൻ്റെ മാനവികത വായിക്കുന്നു എന്ന ക്യാപ്ഷനിൽ നിന്നുകൊണ്ട് അതിൻ്റെ 2ാമത്തെ സെഷൻ ഇവിടെ തുടങ്ങുകയാണ്. അധ്യക്ഷൻ എന്ന നിലക്ക് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കുറേ പ്രാസംഗികർ എവിടെയുണ്ട്, അവർക്ക് ഞാൻ വഴിമാറിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പ്രമേയം പോലെ തന്നെ എല്ലാ വിധത്തിലും വളരെ ഏറെ ശ്രദ്ധാർഹമായൊരു വേദിയാണിത്. ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും ആ നിലക്ക് തന്നെ. വിദ്യാർത്ഥികളായി ഇവിടെ പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അത് തന്നെ മാനവികതയുമായി ബന്ധപ്പെട്ട് സത്യവും ധർമ്മവും നീതിയും ഒക്കെ മനസ്സിലാക്കാൻ ഉതകുന്ന സംരംഭങ്ങളും സന്ദർഭങ്ങളും അവസരങ്ങളും ഇതുവഴി സൃഷ്ടിച്ചെടുക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു അവസരം ലഭ്യമാകുന്നു എന്നത് ചെറിയ കാര്യമല്ല. പ്രൊഫഷണൽ രംഗത്ത് പല മേഖലകളിലൂടെയും കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് മതത്തെക്കുറിച്ച് അറിയുവാനും അത് ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും ആ രീതിയിൽ ജീവിക്കാനും കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. അവിടെയാണ് നമുക്ക് കലാലയം മതത്തിൻ്റെ മാനവികത വായിക്കുന്നു എന്നതിൻ്റെ പ്രസക്തി തെളിഞ്ഞു വരുന്നത്. അതൊന്നും ഇന്നില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ കാലത്തും ലോകത്തും കലാലയങ്ങളിലും അതില്ല എന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ മാനവികതയെക്കുറിച്ച് ഓർക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും അറിയുവാനും പകർത്തുവാനുമുള്ള സന്ദർഭങ്ങളെ നമ്മൾ ഏറെ ആഹ്ലാദപൂർവ്വം സന്തോഷപൂർവ്വം അതിനെ വരവേൽക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമുണ്ട്. മാനവികതയുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇന്ന് കലാലയങ്ങളിൽ. യഥാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിൽ ജന്തുജാലങ്ങളിൽ എന്തുകൊണ്ടും ഏറെ സവിശേഷത അറിയിക്കുന്ന ഒരു വിഭാഗമാണല്ലോ മനുഷ്യർ. മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നമുക്കുണ്ട്. ഖുർആൻ സൂറത്തുൽ മുൽക്ക് എന്ന അധ്യായത്തിലൂടെ ആ കാര്യമാണ് നമ്മൾ ഭാവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് മനുഷ്യലോകത്തെ അറിയിക്കുവാനായി പറയുന്ന വിഷയം, പ്രവാചകരെ പറയുക, ഹുവല്ലദീ അൻശഅകും, അവനാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കണ്ണും കാതും ഹൃദയങ്ങളും നൽകി അവൻ നിങ്ങൾ. ഖലീലൻ മാ തഷ്കുറൂൻ, എന്നാൽ കുറച്ചു മാത്രമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്നാണ്. തീർത്തും ചിന്തിക്കേണ്ടതായിരുന്നു.
കണ്ണും കാതും ഹൃദയങ്ങളും നൽകി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായൊരു സംശയമുണ്ടാകും, എല്ലാ ജീവികൾക്കും ഇല്ലേ, എല്ലാ ജീവജാലങ്ങൾക്കും അതില്ലേ എന്നുള്ളത്. ഇല്ലാത്തത് കൊണ്ടല്ല, ഉണ്ട് എന്നത് മാത്രമല്ല, നമ്മെക്കാളേറെ സവിശേഷത അറിയിക്കുന്ന രീതിയിലുള്ള ഘടനയിലാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ കാണുന്നതിനേക്കാളേറെ നന്നായി കാണുന്ന, വളരെ അകലെ നിന്ന് കാണുന്ന ജീവികളെമ്പാടുമുണ്ട്. ഒരു 10, 200, 500 അടി ദൂരെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ആ മെഴുകുതിരിയുടെ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിലൂടെ, ആ പ്രകാശത്തിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇരപിടിക്കുന്ന എത്രയോ ജീവികളുണ്ട്. മനുഷ്യന് ചിന്തിക്കാൻ പോലും വയ്യ. എത്രയോ അകലെ, കിലോമീറ്റർ അകലെ നിന്ന് തൻ്റെ ചെറിയ ഇരയെ കണ്ടെത്താൻ കഴിയുന്ന പറവകളുണ്ട്. ഭൂമിക്കടിയിലൂടെ ഇഴഞ്ഞു പോകുന്ന ഇഴജന്തുക്കളുടെ ഇഴയുന്ന ശബ്ദങ്ങൾ കേട്ട് കാണുന്ന കാണാത്ത ചെവികൾ എന്ന രീതിയിൽ ചെവി വട്ടം പിടിച്ചുകൊണ്ട് കാണുന്ന പോലെ കറക്കി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആഞ്ഞുകൊത്തി ഇരപിടിക്കുന്നതുണ്ട്. കാണുന്നതിനേക്കാൾ ഏറെ കേട്ട് കേൾവിയിലൂടെ അത് കാര്യം നിർവഹിക്കുന്നുണ്ട്. സ്പർശനത്തിലും അങ്ങനെ തന്നെ. പ്രജനനകാലത്ത് മുട്ടയിടാനാവുമ്പോൾ, കുഞ്ഞുങ്ങൾ വിരിയാനാവുമ്പോൾ ഇത്ര സെൽഷ്യസ് ചൂടുവെന്നുള്ള കൃത്യമായ കണക്ക് തൻ്റെ കൊക്കുപയോഗിച്ചുകൊണ്ട് അത് അളന്ന് കൃത്യമായി മനസ്സിലാക്കി, ഏറെയുണ്ടെങ്കിൽ കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ചപ്പുചവറുകൾ കുറച്ചെടുത്ത് കൂട്ടിയെടുത്ത് ആ രീതിയിലൊക്കെ അതിനെ ആ കാലങ്ങൾ കഴിക്കുന്ന ജീവികൾ. അവിടെയൊക്കെ മനുഷ്യൻ്റെ ചിന്ത വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. എന്നാലുള്ള പ്രത്യേകത ഇതൊക്കെ അവയ്ക്കുണ്ടെങ്കിലും കാണാനും കേൾക്കാനുമുള്ള കഴിവും കേട്ടതിൻ്റെയും കണ്ടതിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കഴിവ് വെച്ച് ഉപയോഗപ്പെടുത്തി ഒരു കാര്യത്തെ സംബന്ധിച്ച് വിവേചിച്ചറിയുവാനുള്ള പ്രത്യേകത, ഒരു വസ്തുവിൻ്റെ ഒരൊറ്റ കാഴ്ചയിൽ, ഒരു ദർശനത്തിൽ അതിൻ്റെ ത്രിമാന ബോധം ഉൾക്കൊള്ളാൻ, സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രത്യേകത അത് മനുഷ്യന് മാത്രം അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കാനും ഓർക്കാനും എഴുതാനും ഒക്കെയുള്ള കഴിവ് അങ്ങനൊക്കെ ഒരു വിദ്യാർത്ഥികളായി ഇവിടെ എത്തിച്ചേരാനൊക്കെ കഴിയുന്നത്. മറ്റു ജീവജാലങ്ങൾക്ക് അതില്ല, അവക്കതിൻ്റെ ആവശ്യവുമില്ല. അള്ളാഹു തആല നിശ്ചയിച്ച പ്രത്യേക സിദ്ധികളിൽ നിന്ന് അങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ ഈ പ്രത്യേകതയും കഴിവും ഈ തിരിച്ചറിവും വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞത്, കാണേണ്ടത് കാണേണ്ട വിധത്തിൽ കാണുക, കേൾക്കേണ്ടത് കേൾക്കേണ്ട വിധത്തിൽ കേൾക്കുക. ആ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കുക. അങ്ങനെ കഴിയണം, അങ്ങനെ സാധിക്കണം. എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. നമുക്ക് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എത്ര കാലങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിലുണ്ട്. അതുകൊണ്ട് ഇത്ര നേരത്തെ നമ്മൾ അതേക്കുറിച്ചുള്ളൊരു വെളിച്ചം നമുക്ക് കിട്ടിയാൽ ആ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ശരിയായ വഴിയിലൂടെ, ദിശാബോധത്തിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാൻ കഴിയും. ദിശയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും. അതിനുതകുന്ന ഏതാനും വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിന് നിരവധി പ്രാസംഗികർ ഇവിടെ വരുന്നു. ആ പ്രസംഗങ്ങൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്തി നമ്മൾ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നത് ഏറെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ പോലും നമ്മുടെ വ്യക്തിപരമായും കൂട്ടായ്മയിലും നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്, കനത്ത ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് നമ്മളുടെ സമീപനങ്ങളോ ഇടപെടലുകളോ ഒന്നും എവിടെയും ഒരു തടസ്സമാവാതെ, അവനിനി ശരിയാവില്ല എന്ന് വിചാരിച്ച് നമ്മുടെ കൂട്ടാളിയെ ഒഴിച്ചു മാറ്റുവാനോ മാറ്റി നിർത്തുവാനോ നമുക്ക് അങ്ങനെ ചിന്ത നമ്മിൽ ഉണ്ടാവരുത്. നിരന്തരമായ പ്രവർത്തനങ്ങളുടെ സമീപനങ്ങളിലൂടെ ഇതിലേക്ക് കൊണ്ടുവരാനും ഈ അത്യുദാത്തമായ സന്ദേശത്തെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുവാനുമുള്ള സാഹചര്യം നമ്മളാണ് സൃഷ്ടിച്ചു കൊടുക്കേണ്ടത്. രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എഴുതി തള്ളേണ്ടുന്ന ആളായിരുന്നു സുഹൈൽ ഇബ്നു അംർ എന്ന ഖുറൈശികളുടെ നേതാവായി ഹുദൈബിയ്യ സന്ധി എഴുതാൻ വേണ്ടി വന്നിരുന്ന ആളെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ശത്രുതയെക്കുറിച്ച് പറയേണ്ടതില്ല. മക്കം ഫത്ഹിന്റെ ദിവസം വരെ എന്ന് പറഞ്ഞോണം ഏറെ ശത്രുത പുലർത്തിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മക്കളെല്ലാം വിശ്വസിച്ചു, എന്നിട്ടും അദ്ദേഹം വിശ്വസിച്ചില്ല. സുഹൈൽ ഇബ്നു അംർ, ആ സുഹൈൽ ഇബ്നു അംർ അബ്ദുള്ള എന്നൊരു മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഉപ്പയെ കണ്ട്, ഉപ്പയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപ്പ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിയിച്ചു, മാപ്പ് കൊടുത്തു. അദ്ദേഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, സുഹൈൽ ഇബ്നു അംർ ഇതിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഒരു നോട്ടം പോലും സമീപനം പോലും വളരെ മധുരമാവണം. കാഠിന്യം, നിങ്ങളുടെ നോട്ടത്തിൽ കാഠിന്യം ഉണ്ടാവരുത്. കാരണം അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് അജ്ഞതയുള്ള ആളായി മാറാൻ പാടില്ല, അതിൻ്റെ അവസരം ഉണ്ടാവരുത്.
അപ്പം അത്ര വരെ അദ്ദേഹം അത് മനസ്സിലാക്കാനുള്ള സൗകര്യവും അവസരങ്ങളും സൃഷ്ടിച്ചു കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുവരെ ശത്രുവായിരുന്നു അദ്ദേഹം. സാവകാശം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞുകൂടിയത് എങ്ങനെയാണ്? കഴിഞ്ഞ കാലത്ത് എവിടെയെല്ലാം എത്രത്തോളം എൻ്റെ സമയം നഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കി അതിന് പകരമായി ഇസ്ലാമിൽ കടന്നു വന്ന ശേഷം പരമാവധി ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുവാനുള്ള ത്യാഗത്തിന്റെ പരിക്കുകളേൽക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിൽ വന്നത്. അവസാനത്തൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അദ്ദേഹത്തിൻ്റെ നാടായിരുന്ന മക്കയായിരുന്നു. തൻ്റെ നഫ്സിനെ മറന്നുകൊണ്ട് ആ പ്രദേശത്തെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. ഒക്കെ ശരിയാണ്. എന്നാൽ അവസാനം അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ശാം വിജയിച്ചപ്പോൾ അദ്ദേഹം അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കുറഞ്ഞ സമയം, ഒരു നിമിഷമാണെങ്കിലും അല്പസമയമാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിഞ്ഞുകൂടാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത് അത് ഖൈറും മിൻ അമലിഹി തിവാല ഉംരിഹി, ജീവിതത്തിന്റെ ദീർഘകാലം ജീവിച്ച് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും മഹത്തരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് എന്ന് പറയുകയും ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യും. ആ രീതിയിൽ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ ഹൈറായ രീതിയിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന സന്ദർഭമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. യർമുക്ക് യുദ്ധത്തിലാണ് അദ്ദേഹം മരിച്ചത് എന്ന് ചരിത്രം വിളിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, എഴുതി തള്ളി ആരെങ്കിലും ശരിയാവില്ല എന്ന് പറയും നമ്മുടെ കൂട്ടുകാരെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ അവരെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനും അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനുമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കി കൊടുക്കണം, സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വേണ്ട രീതിയിൽ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെ ശരിയായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ നമുക്കൊരു വെളിച്ചം നൽകാൻ അത് കാരണമാകട്ടെ എന്ന് ആ രീതിയിൽ ആശിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു അഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.